ഇന്ന് നമുക്ക് തട്ടുകട സ്റ്റൈലിൽ ഒരു ബീഫ് കറി ഉണ്ടാക്കാം. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. എന്തിൻ്റെ ഒപ്പം ഇത് അടിപൊളിയാണ്. എന്നാ ഒരു ടേസ്റ്റാണെന്നറിയാമോ? അപ്പം മസ്റ്റായിട്ടും ഇനി വീട്ടിൽ ബീഫ് മേടിക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അതിനായിട്ട് ക്ലീൻ ചെയ്ത ബീഫ് ഒരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, എരിവിനാവശ്യമായ കുരുമുളക് പൊടി, ഉപ്പ്, കറിവേപ്പില, ഒരു സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുക്കറിലൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് ഒരു ഉരുളിക്കകത്തേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതിൻ്റെ കളർ ഷെയ്ഡൊന്ന് മാറി വരുമ്പോഴത്തേക്കും അരിഞ്ഞു വെച്ച ഒരു 3 സവോള ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ സമയം കൊണ്ട് ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് 2 സ്പൂൺ മുളക് പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, പിന്നെ കുറച്ച് കറിവേപ്പിലയും ചെറിയ 2 പീസ് വീതം പട്ട, ഗ്രാമ്പു, ഏലക്കയും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. ഇനി വഴന്നു വന്നാൽ നമ്മുടെ സവോളയ്ക്കകത്തേക്ക് നമ്മൾ അരച്ചെടുത്ത ഈ പേസ്റ്റ് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റണം കേട്ടോ. അങ്ങനെ അങ്ങ് വഴന്ന് അതിൻ്റെ ആ പച്ചവെളിച്ചെണ്ണയൊക്കെ അങ്ങ് തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ വേവിച്ച് വെച്ച നമ്മുടെ ബീഫ് കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ച് ഒരു 3 to 5 മിനിറ്റ്സ് നമുക്കൊന്ന് ഒരു തിക്ക് ഗ്രേവി ആക്കി എടുക്കാം കേട്ടോ. അങ്ങനെ ഒരു 3 to 5 മിനിറ്റ്സ് കഴിയുമ്പോൾ ഉണ്ടല്ലോ, നല്ല ഡ്രൈ ആയിട്ട് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ടാവും. കുറച്ച് കറിവേപ്പിലയും കൂടി അങ്ങോട്ട് വാരി അങ്ങോട്ട് വെതറി അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് എടുത്ത് കഴിക്കണം. എന്നാ ഒരു ടേസ്റ്റാണെന്നറിയോ? അപ്പം മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ എന്താണെങ്കിലും ഫോളോ ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ടാറ്റാ.